നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഈ പരാജയത്തിന് വീട്ടിൽ രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് നമുക്ക്, മറ്റൊന്ന് നമ്മുടെ മക്കൾക്ക്. നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പണം മുടക്കിയതിൽ നമ്മൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം പാളിപ്പോകുന്നു. അപ്പം നമ്മൾ എന്താണ് പറയുക? ഇതൊക്കെ വിധി, നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടു, പക്ഷെ ദൈവത്തിന് വേറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇങ്ങനൊക്കെ സംഭവിച്ചു പോയി, സാരമില്ല, സമാധാനിക്കാം. നമ്മൾ സ്വയം സമാധാനിപ്പിക്കും. ആരും നമ്മളെ കുറ്റപ്പെടുത്തില്ല. കാരണം നമ്മൾ ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ തോൽവി അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന പേരിൽ എഴുതിത്തള്ളപ്പെടും. എന്നാൽ ഒരു കുട്ടി സ്വന്തമായി ഒരു കാര്യം ചെയ്ത് അതിൽ പരാജയപ്പെട്ടാലോ? അവൻ പഠിച്ചൊരു വഴി തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുത്ത ഒരു കളിയോ കോഴ്സോ വിജയിച്ചില്ല. ആ നിമിഷം നമ്മുടെ പ്രതികരണം നേരെ മാറും. അത് നിന്റെ തോന്നിയാസം. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ല അനുസരണക്കേട് കാണിക്കരുതെന്ന്. അത് തന്നെ കിട്ടണം, അനുഭവിച്ചോ. അന്ന് അവിടെ നമ്മുടെ തോൽവി വിധിയായിട്ട് മാറി. എന്നാൽ ഇവിടെ കുട്ടി തോറ്റുപോയപ്പോൾ അത് തെറ്റായിട്ട് മാറിയല്ലേ? രണ്ടാൾക്കും രണ്ട് ന്യായം. ഇതെങ്ങനെ ശരിയാകും? നമ്മൾ രക്ഷിതാക്കളും മനുഷ്യരല്ലേ, നമുക്ക് തെറ്റുപറ്റില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും തെറ്റുകൾ വരുത്താനും അവകാശമുണ്ട്. അവരുടെ തോൽവികളെ നമ്മൾ ശിക്ഷയായി കാണരുത്. നമ്മൾ വിധിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയതുപോലെ അവരുടെ തെറ്റുകളെയും ഒരു പാഠം മാത്രമായി കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകളാണ് അവർക്ക് ധൈര്യം നൽകേണ്ടത്. തോറ്റുപോയതിൻ്റെ വേദനയുമായി അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പഴയതൊന്നും കുത്തി പറയരുത്, പകരം ചേർത്ത് പിടിച്ച് പറയണം, സാരമില്ല, ഇതിൽ നിന്ന് നീ എന്ത് പഠിച്ചു? അതാണ് ഏറ്റവും പ്രധാനം. വീണ്ടും ശ്രമിക്കാം, ഞങ്ങളുണ്ട് കൂടെ. തോൽവി ഒരു വിധിയാണെങ്കിൽ ആ വിധി ഇരുവർക്കും ഒരുപോലെ ആവട്ടെ. കുറ്റപ്പെടുത്തലുകളില്ലാത്ത സ്നേഹത്തിന്റെ തണൽ, അതാണ് ഒരു കുട്ടിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.